മലയാള സിനിമ എത്രയോ കാലമായി ലഹരി പിടിമുറുക്കിയിരിക്കുന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എത്രയോ കാലം മുമ്പ് തന്നെ നമ്മളത് ചർച്ച ചെയ്യപ്പെടുകയും അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്നൊരു വിഷയവുമാണ്. ഇപ്പോൾ അതിൻ്റെ ഭാഗമായി പുതുതായിട്ട് വരുന്നൊരു വാർത്തയാണ് നമ്മുടെ മലയാള സിനിമയിലെ യുവ ഡയറക്ടേഴ്സും അതുപോലെ തന്നെ താരങ്ങളുമായിട്ടുള്ളവരെ ഈ കഞ്ചാവുമായി കൊച്ചിയിൽ വെച്ചിട്ട് കഞ്ചാവ് പിടിക്കപ്പെട്ടു എന്നുള്ള ഒരു പുതിയ വാർത്തയാണ് ഇന്ന് രാവിലെ തന്നെ കേൾക്കേണ്ടി വന്നത്. ഇത് അങ്ങനെ ഒരു പുതുമയുള്ള അല്ലെങ്കിൽ ഞെട്ടലുളവാക്കുന്നൊരു ഒരു ഇതിലൊരു ഞെട്ടലുളവാക്കേണ്ട കാര്യമില്ല. കാരണം നമുക്കറിയാം മലയാള സിനിമയിൽ ഇത്തരത്തിലുള്ള ഈ ഒരു ലഹരി ഉപയോഗം വൻതോതിൽ കൂടിയിട്ടുണ്ട്. അത് സിനിമാ സെറ്റിലാവട്ടെ, താരങ്ങൾക്കിടയിലാകട്ടെ, അങ്ങനെ സിനിമയിൽ അഭിനയിക്കുന്നവർക്കിടയിലുമൊക്കെ ഈ ഒരു ലഹരി ഉപയോഗത്തിൻ്റെ വ്യാപനം വൻതോതിൽ കൂടിയിട്ടുണ്ടെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്നതും നമ്മൾ നിരന്തരം ചർച്ച ചെയ്യപ്പെടുന്നതും ഉള്ള ഒരു വിഷയമാണ്. പക്ഷേ ഇവരെ എത്രത്തോളം എക്സൈസ് വകുപ്പും പോലീസും ഇവരെ പിടിക്കുന്നു അല്ലെങ്കിൽ ഇവർക്ക് എതിരെയുള്ള നടപടികൾ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതിലുള്ള ഒരു മെല്ലെപ്പോക്കാണ് ഇതുവരെയും കണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നിലവിൽ ഇവരെയൊക്കെ തെളിവ് സഹിതം അറസ്റ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതിൽ ഒരു പ്രതീക്ഷ ഉളവാക്കുന്നൊരു കാര്യം കൂടിയാണ്. എങ്കിൽ പോലും ഇപ്പോൾ ഇന്നലെ പുലർച്ചെയാണ് മലയാള സിനിമയിലെ യുവ ഡയറക്ടേഴ്സായിട്ടുള്ള ഖാലിദ് റഹ്മാനെയും അതുപോലെ തന്നെ അഷ്റഫ് ഹംസ ഇവരുടെ കൂടെ ഒരു സഹായം കൂടി ഉണ്ട് എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. അങ്ങനെ ഇവരെ 3 പേരെയും കൊച്ചിയിലെ ഒരു ഫ്ലാറ്റിൽ വെച്ചിട്ടാണ് ഇന്നലെ പുലർച്ചെ 1 മണിയോടെ പിടികൂടിയിരിക്കുന്നത്. കഞ്ചാവുമായിട്ട് 1.6 ഗ്രാം എന്തോ അത്രയേ ഉള്ളൂ ഇവർ പിടിച്ചിട്ടുള്ള കഞ്ചാവ്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഒരു അളവിലുള്ള സാധനമില്ലാത്തത് കൊണ്ട് ഇവരെ പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ട് ജാമ്യത്തിൽ വിട്ടയക്കുകയാണ് ഉണ്ടായത്. ഇനി മറ്റൊരു കാര്യം, ഇവർ താമസിച്ചിരുന്ന അല്ലെങ്കിൽ ഇവർ പിടിക്കപ്പെട്ടു എന്ന് കരുതുന്ന ആ ഫ്ലാറ്റ് ആരുടേതാണെന്ന് പരിശോധിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയുന്ന മലയാള സിനിമയിലെ തന്നെ വലിയൊരു സിനിമയുടെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ ഡയറക്ടറും അതുപോലെ തന്നെ സിനിമാറ്റോഗ്രാഫറുമായിട്ടുള്ള സമീർ താഹിറിൻ്റെ ഫ്ലാറ്റിലാണ് ഇവരെ പിടിക്കപ്പെട്ടത് എന്നുള്ളതും കണ്ടെത്തിയിട്ടുണ്ട്. തുടർന്ന് പോലീസ് സമീർ താഹിറിനെ നോട്ടീസ് അയച്ച് ചോദ്യം ചെയ്യലിനായി വിളിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സമീർ താഹിറിനും ഇതിൽ ബന്ധമുണ്ടോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നുണ്ട്. എന്തായാലും സിനിമാ മേഖലയിൽ നിന്നുള്ള വാർത്തകൾ അത്ര തന്നെ നല്ല ശുഭകരമായിട്ടുള്ള വാർത്തകളല്ല ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ലഹരി ഉപയോഗം വലിയ രീതിയിലുള്ള ഒരു വ്യാപനം തന്നെയാണ് നമ്മുടെ സൊസൈറ്റിക്കകത്തും പ്രത്യേകിച്ചും സിനിമാ മേഖലയിൽ നടക്കുന്നതും. അപ്പോൾ ഈ അടുത്ത് ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയുണ്ടായിരുന്നു. വിൻസി നമ്മുടെ നടനായിട്ടുള്ള ഷൈൻ ടോം ചാക്കോക്കെതിരെ ഒരു പരാതി കൊടുക്കുകയും അതിന് പിന്നിലുള്ള നടപടികൾ സ്വീകരിക്കുകയും ആ നടനെ പറഞ്ഞ് മനസ്സിലാക്കി മാപ്പ് കൊടുത്ത് വിടുകയും ചെയ്യുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കേസുകൾ പിടിക്കപ്പെടുന്നു അല്ലെങ്കിൽ തെളിവുകൾ സഹിതം പരാതിപ്പെട്ടിട്ടും ഇവരെയൊന്നും നേരായ രീതിയിൽ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ അതിനുള്ളൊരു കൃത്യമായിട്ടുള്ള നടപടികളിലേക്ക് പിന്നീട് പോകുന്നില്ല എന്നുള്ളതാണ് ഏതൊരു കേസും പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാനാവുന്നത്. അങ്ങനെ വരുമ്പോൾ അതിലൊരു മാറ്റം നമുക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് വീണ്ടും ഓരോ കേസുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. കാരണം ഇതിനു മുൻപും ഈ ഷൈൻ ടോം ചാക്കോക്കെതിരെ വളരെ കൃത്യമായിട്ടുള്ള രീതിയിലൊരു പരാതി ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പരാതിയിലും ഈ നടനെ പറഞ്ഞ് മനസ്സിലാക്കി അല്ലെങ്കിൽ ഇനി ഉണ്ടാകരുത് എന്നുള്ളൊരു താക്കീത് നൽകിയിട്ടാണ് വിട്ടയച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ടും തുടർന്നും അത് ആവർത്തിക്കപ്പെടുകയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു നടപടിക്രമം മാറി വന്നാൽ മാത്രമേ ഇതിനുള്ളൊരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഈ പിടിക്കപ്പെട്ട വ്യക്തികൾ അധികവും മലയാള സിനിമയിൽ തന്നെ വളരെ ഹിറ്റ് സിനിമകൾ സമ്മാനിച്ചിട്ടുള്ള വ്യക്തികളാണ്. ഇപ്പോൾ ഖാലിദ് റഹ്മാനാണെങ്കിൽ തന്നെ
അദ്ദേഹത്തിൻ്റെ സിനിമകളായിരുന്നു തല്ലുമാല, അതുപോലെ ഉണ്ട, ലവ്, അതുപോലെ ഇപ്പോൾ ഈ അടുത്തിറങ്ങിയിട്ടുള്ള ആലപ്പുഴ ജിങ്കാന ഉൾപ്പെടെയുള്ള വമ്പൻ ഹിറ്റുകളുടെ ഒരു സംവിധായകൻ കൂടിയാണ് അദ്ദേഹം. അതുപോലെ അഷ്റഫ് ഹംസയാകട്ടെ തമാശ, അതുപോലെ സുലൈഖ മൻസിൽ, ഭീമൻ്റെ വഴി പോലുള്ള ഹിറ്റ് സിനിമകൾ, അത്തരം നല്ല സിനിമകളൊക്കെ മലയാള സിനിമാ മേഖലയ്ക്ക് സമ്മാനിച്ച വ്യക്തികളാണ്. അല്ലെങ്കിൽ സമീർ താഹിറിനെ സംബന്ധിച്ചിടത്തോളം പല വമ്പൻ ഹിറ്റ് സിനിമകളായിട്ടുള്ള ആവേശം, അതുപോലെ മിന്നൽ മുരളി, ബാംഗ്ലൂർ ഡേയ്സ് തുടങ്ങിയിട്ടുള്ള വമ്പൻ ഹിറ്റ് സിനിമകളുടെ സിനിമാറ്റോഗ്രാഫറും അതുപോലെ തന്നെ സംവിധായകനും കൂടിയാണ്. ഈ സിനിമ ഇവരാണോ ഇവർ ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണോ സിനിമ ചെയ്യുന്നത് എന്നുള്ളതിലേക്ക് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അത്തരം നല്ല സിനിമകൾ നമുക്ക് തരികയും സിനിമയിലൂടെ സമൂഹത്തെ പ്രബോധരാക്കേണ്ട വ്യക്തികൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇവരുടെയൊക്കെ സിനിമ അല്ലെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുക? അല്ലെങ്കിൽ അവർ ഈ ഇത്തരം ആർട്ട് വർക്കുകളൊക്കെ ഇതിലൂടെയാണ് ചെയ്തതെന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് സത്യസന്ധമായിട്ട് നമ്മൾ പറയുമ്പോൾ അത് അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ പരിശോധിക്കുമ്പോഴും കാണുമ്പോഴും ഈ ഒരു സിനിമാ മേഖലയിൽ പിടിമുറുക്കിയിരിക്കുന്ന ഈ ലഹരി മാഫിയ സംഘത്തിൻ്റെ ഇതൊക്കെ ചെറിയ രീതിയിലുള്ള പിടിക്കപ്പെടലുകളാണ്. ഇതിലും വലിയ സ്രാവുകളും ഒക്കെ നമുക്ക് അല്ലെങ്കിൽ വമ്പന്മാർ പിടിക്കാനിരിക്കുന്നേ ഉള്ളൂ. അപ്പം അതിൻ്റെ അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ ഇതുമൂലം അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ചോദ്യം ചെയ്യലിലൂടെ നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും എക്സൈസ് വകുപ്പും പോലീസും നടത്തുന്ന ഈ ഒരു പരിശോധന, ഈ ഒരു വേട്ടയിൽ വമ്പൻ സ്രാവുകളെയും അതുപോലെ വമ്പന്മാരെയും ഈ ഒരു ലഹരി മാഫിയയിലുള്ള വൻകിട ശക്തികളെ പിടിച്ചെടുക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം ഇത്തരം ചെറിയ കേസുകളെ പെട്ടുകിടക്കുന്നവരെ പിടിക്കുകയും അവരിൽ മാത്രം ഒതുങ്ങുകയും ചെയ്യാതെ വലിയ രീതിയിലുള്ള അന്വേഷണവും അതുപോലെ തന്നെ അതിന് തക്കതായിട്ടുള്ള നടപടിയും എടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് എത്രയും പെട്ടെന്നുള്ളൊരു നടപടിയാണ് ഫെഫ്കയുടെയും അതുപോലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഭാഗമായിട്ടും ഇവർക്കെതിരെ വന്നത്. ഫെഫ്ക ഈ 2 സംവിധായകരെയും ഫെഫ്കയിൽ നിന്ന് നീക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഭാഗമായിട്ടും ഈ ഒരു 2 ഖാലിദ് റഹ്മാനെയും അതുപോലെ അഷ്റഫ് ഹംസയെയും ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഭാഗമായിട്ടും ആ ഒരു സംഘടനയിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പം അത്തരത്തിലുള്ള നടപടികളൊക്കെ പെട്ടെന്ന് വരുന്നു എന്നുള്ളതിൽ വളരെ പ്രതീക്ഷ നൽകുന്നുണ്ടെങ്കിൽ പോലും ഇത്തരം അല്ലെങ്കിൽ ഇപ്പം ഈ വിൻസിയുടെ കേസ് പരിശോധിക്കുകയാണെങ്കിലും വിൻസി നേരിട്ട് പരാതി നൽകിയിട്ടില്ലെങ്കിലും ഫെഫ്കയുടെ കീഴിൽ പരാതി നൽകുകയും ആ രീതിയിൽ പോലീസ് അന്വേഷണം നടത്തുകയും ചെയ്തെങ്കിലും അത് പിന്നീട് ഒരു കോംപ്രമൈസിലേക്ക് പോവുകയാണ് ഉണ്ടായത്. അത് പിന്നെ മറ്റു പല കാരണങ്ങൾ കൊണ്ടും വിൻസി എന്ന നടിയുടെ മാനസികാവസ്ഥ കൊണ്ടുമൊക്കെ അതൊരു കോംപ്രമൈസിലേക്ക് പോയിരിക്കാം. പക്ഷേ അതിനപ്പുറം ആ ഒരു നടൻ ചെയ്തത് അത്രയും മോശപ്പെട്ടൊരു പ്രവൃത്തി തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സിനിമാ സെറ്റിൽ നടക്കുകയും അത് സ്ത്രീകൾക്ക് വളരെയധികം അവരെ കൂടുതൽ ബാധിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ ഒരു അവസരത്തിൽ ഇനി വരുന്ന അല്ലെങ്കിൽ പുതിയതായിട്ട് വരുന്ന പുതിയ തലമുറ അല്ലെങ്കിൽ ഈ ഒരു മേഖലയിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ തലമുറയ്ക്ക് കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഇതിനൊരു വഴിവെട്ടി കൊടുക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം നല്ല രീതിയിൽ സിനിമകൾ എടുക്കാനും സിനിമാ മോഹികളായി വരുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ ഇത്തരത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കുന്നവരുടെയിലേക്ക് വരികയും ലഹരിയിലേക്ക് അകപ്പെടുകയും ചെയ്യുന്നത് വളരെയധികം ദയനീയമായിട്ടുള്ള കാര്യമാണ്. മാത്രവുമല്ല സിനിമാ മേഖലയിൽ എന്നല്ല എല്ലാ മേഖലയിലും ഇപ്പോൾ ലഹരി പിടിമുറുക്കിയിരിക്കുകയാണ്. കുട്ടികളിലടക്കം ഇത്തരം ദുസ്വഭാവങ്ങൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ഒരു മേഖല മാത്രം നമുക്കിതിനെ കാണാൻ പറ്റില്ല. പക്ഷെ എങ്കിൽ പോലും സിനിമാ മേഖലയിൽ അതിശക്തമായിട്ടുള്ള ഒരു ലഹരിയുടെ ഉപയോഗം നമുക്ക് ഉണ്ട് എന്ന് തന്നെ പറയാൻ സാധിക്കും. എന്തായാലും ഇനിയും ഒരുപാട് ഇത്തരം കേസുകൾ പിടിക്കപ്പെടാനും അല്ലെങ്കിൽ പിടിക്കപ്പെടാൻ നമ്മൾ കാരണമായി ഇരിക്കുക എന്നുള്ളതല്ല, അതിനപ്പുറം
എക്സൈസ് വകുപ്പ് തക്കതായിട്ടുള്ള നടപടിയും ഈ പിടിക്കപ്പെടുന്നവർക്കെതിരെ ഇവരെ മാപ്പ് പറഞ്ഞിട്ട് വിടാതെ അല്ലെങ്കിൽ താക്കീത് നൽകിയിട്ട് വിടുകയല്ല ചെയ്യേണ്ടത്. അവർക്കെതിരെ കടുത്ത ശിക്ഷാ നടപടികൾ എടുത്താൽ മാത്രമേ വരുന്ന അല്ലെങ്കിൽ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നവർക്കും മറ്റുള്ളവർക്കും അല്ലെങ്കിൽ ഇനി അത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവർക്കും ഒക്കെ ഒരു താക്കീതായിട്ട് നൽകാൻ നമുക്ക് ഇതിലൂടെ മാത്രമേ പറ്റുകയുള്ളൂ.